ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും പോലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്ന് പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. പാലപ്പത്തിൻ്റെ കൂടെ കടലക്കറിയുണ്ട്. അരി രാവിലെ ആണ് അരച്ചെടുത്തത്. ഞാൻ സാധാരണ പാലപ്പത്തിന് അരക്കുന്നത് പോലെ തന്നെ തലേ ദിവസം പച്ചരിയുടെ കൂടെ തന്നെ ചോറും തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാരയൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ തന്നെ അരച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് ഈ പാലപ്പം. നല്ല സോഫ്റ്റ് പാലപ്പമാണ്. ഇത് കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ മാവ് വെച്ചിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അപ്പോൾ ഓരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ചീനച്ചട്ടിയിലേക്ക് വറയൊക്കെ ഇട്ടിട്ട് സവോളയെല്ലാം മൂപ്പിച്ചിട്ട് നമ്മൾ അതല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ കടലയുടെ കൂടെ ആണെങ്കിലും സവോള വേവിച്ചെടുക്കാം. എന്നിട്ട് വറുതാളിച്ച് മസാലയൊക്കെ ചേർത്തിട്ട് കറിയും റെഡിയാക്കി എടുക്കാം. ഇവിടെ അപ്പവും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കറിയും റെഡിയായി കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കടയിലൊന്ന് പോകാൻ പറഞ്ഞപ്പം അനുക്കുട്ടി ഇതേ കടയിലേക്കൊന്ന് പോകാൻ ഇറങ്ങിയാണേ. 1-2 കൂട്ടം സാധനം വേണമായിരുന്നു. പക്ഷേ പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സൈക്കിള് ഫ്രണ്ട് നോക്കിയപ്പോഴത്തേക്ക് പഞ്ചറായിട്ടിരിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അതൊന്ന് കാറ്റടിച്ച് നോക്കി. കുറച്ച് സമയം കാറ്റടിച്ച് നോക്കി. പക്ഷേ രക്ഷയില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ സൈക്കിൾ എടുത്ത് മാറ്റി വെച്ച് അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ് കേട്ടോ. മോനെ ഞങ്ങൾ വീട്ടിൽ കണ്ണാന്നാണ് വിളിക്കുന്നത്. മോനാണ് പിന്നെ കടയിലേക്ക് പോയത് സാധനം വാങ്ങിയിട്ടൊക്കെ വന്നത്. അപ്പോൾ ഇത് കോവയ്ക്ക കറിയാണ്. കോവയ്ക്ക മീൻകറി. നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കില്ലേ, അതാണ്. അപ്പോൾ ചേട്ടായിക്ക് മീൻകറി ഇപ്പോൾ 2 ദിവസത്തേക്ക് കൊടുക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കഷായമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ 2-3 ദിവസം മീൻകറി കൂട്ടണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ കോവയ്ക്ക വെച്ചിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടവലങ്ങ അരിഞ്ഞിട്ട് അത് തോരൻ വയ്ക്കാനാണ്. പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊടി മത്തിയായിരുന്നു. പിന്നെ അത് മാങ്ങ ഇട്ടിട്ട് അതൊന്ന് അരച്ച് കൂട്ടി കറി വയ്ക്കാൻ വേണേ. അപ്പോൾ കറിക്കുള്ളത് തേങ്ങയെല്ലാം അരച്ചിട്ട് അരപ്പ് ഞാൻ കറിയിലേക്ക് കൂട്ടി വെച്ചിരിക്കണം. അപ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ടത് കൊണ്ട് 1 കഷ്ണം പുളി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളായിരുന്നു. മാങ്ങയ്ക്ക് അധികം പുളിയില്ലാഞ്ഞതുകൊണ്ട് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ അതിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊന്ന് അടുപ്പത്ത് വയ്ക്കണം. പടവലങ്ങ തോരൻ വയ്ക്കാൻ പോയാണ്. തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ട് നമുക്കത് തോരനാക്കി ഉണ്ടാക്കിയെടുക്കണം. ചട്ടിയെ മൂടാനായിട്ട് ഞാനൊരു അടപ്പ് പാത്രം എടുത്തതാണ്. പക്ഷെ അതങ്ങോട്ട് ചേരത്തില്ലായിരുന്നു. പിന്നെ അതിന് ചേരുന്ന വേറൊരു പാത്രം ഞാൻ എടുത്തിട്ടാണ് പിന്നെ കറി ചട്ടിയെ മൂടിയത്. അത് വലിയൊരു ചട്ടിയാണ്. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്കും കൂടെയുള്ള കറിയാണ്. അപ്പോൾ അത് കൂടുതൽ ഞാൻ അരച്ചിട്ട് കുറച്ചുകൂടെ കൂടുതൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടല്ലെങ്കിൽ പിന്നെ നമ്മൾ കറി അരച്ചുകൂട്ട് കറി പിന്നെ വേറെ ഉണ്ടാക്കേണ്ടി വരും. കറി നമുക്ക് തികയാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വലിയ ചട്ടിയിൽ തന്നെ ഞാൻ കറി ഉണ്ടാക്കിയത്. പിന്നെ ബാക്കി വരികയാണെങ്കിൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളൊന്നുകൂടെ ചൂടാക്കിയൊക്കെ എടുക്കും. അപ്പോൾ ഇനി നമുക്ക് പടവലങ്ങ തോരൻ വയ്ക്കണം. അപ്പം അത് പടവലങ്ങ തോരൻ വയ്ക്കാനായിട്ട് അനിക്കുട്ടിയാണ് കേട്ടോ. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ട് തോരൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പേരും കൂടി ആകുമ്പോൾ ജോലികൾ പെട്ടെന്നൊക്കെ തീരുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം കൂടുതൽ കിട്ടുകയും ചെയ്യും. അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പലതരം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് മണങ്ങും, പിന്നെ എന്താ മീനിൻ്റെ പേര്, ഒരു 3-4 സൈസ് മീനുണ്ടായിരുന്നു. വങ്കട എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. മസാല പുരട്ടിയിട്ട് അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കണേ. ഇന്നിപ്പോൾ അത് ഉച്ചയ്ക്ക് ആവശ്യമില്ല, കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ വൈകുന്നേരം അത് ഫ്രൈ ആക്കി എടുക്കും, അല്ലെങ്കിൽ പിന്നെ നാളെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം മസാലയൊക്കെ തേച്ചെടുക്കുന്നുണ്ട്. മണങ്ങെന്ന് പറയുന്ന മീൻ നമുക്ക് കറി വെച്ചെന്നാൽ ഭയങ്കര മുള്ളാണ്. അതിന് മുള്ളുള്ള മീനാണ്. അത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഈ മസാലയെല്ലാം തേച്ച് എടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യണം. വോയിസ് കൊടുക്കുന്ന സമയത്തെ
റോഡെ കൂടെ താലപ്പിൽ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, കൊട്ടും മേളമൊക്കെ. അപ്പോൾ അതേ ഞാനത് മസാല തേച്ചെടുത്ത മീൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കറി അടുപ്പത്തിരുന്ന് അതും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചോറ് കഴിക്കാനായിട്ടുള്ളതെല്ലാം എടുക്കണം. ചോറും കറികളൊക്കെ ഓരോ പ്ലേറ്റിലേക്ക് എടുത്ത് നമുക്ക് ടേബിളിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മോള് വന്നിട്ടില്ല. മോള് കോളേജിൽ ഞാൻ പറഞ്ഞില്ല ടൂറ് പോയിരിക്കുകയാണ്. മോള് നാളെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ചോറ് കഴിക്കാൻ പോവുകയാണ്. മോന് ഇന്നിവിടെ ഉണ്ട്. മോളി ഇരിക്കുകയാണ്, വർക്കിലാണേ. വർക്ക് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് മീറ്റിങ്ങിൽ എന്തോ കയറിയതുകൊണ്ട് ഇപ്പോൾ ഉടനെ ഊണ് കഴിക്കാൻ വരുന്നില്ല, പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ. ഞാൻ ആ കറി ഒഴിച്ച് കൊടുക്കാൻ പോയപ്പോഴേ ഞാനത് ചിരിച്ചെന്താണെന്നറിയാവാ, എന്നോട് പറഞ്ഞ് മാങ്ങയുടെ കഷ്ണം വേണമെന്ന്, മീൻകറി കിടക്കുന്ന മാങ്ങയുടെ കഷ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് അതിൽ നിന്ന് എടുത്ത് കൊടുത്തതാണേ. പിന്നെ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഊണ് കഴിക്കുകയാണ്. പിന്നെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലക്കി ഉണങ്ങാൻ തുണി ടെറസിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പം നല്ല വെയിലാണ് കേട്ടോ. തുണി വിരിക്കാൻ നേരത്തും അതെടുക്കാൻ നേരത്തും ഒക്കെ തോർത്തും തലയിട്ടുണ്ട് എടുക്കുന്നത്. കാര്യം കുറച്ച് വെയിലാണെങ്കിൽ പോലും നമുക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദനയാണ്. കാരണം എന്ത് നല്ല വെയിലല്ലേ ഇപ്പം. രാവിലെ കടയിൽ പോകാനായിട്ട് ആ സൈക്കിൾ എടുത്തപ്പോൾ പഞ്ചറായിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ചേട്ടായി പറഞ്ഞ് ഞാനെന്നെ തൊട്ടപ്പുറത്ത് ആ വർക്ക്ഷോപ്പിൽ തോന്നുന്നു കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഇപ്പോൾ വയ്യാതിരിക്കുന്നത് കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല, അപ്പം ഉന്തിക്കൊണ്ടാണെങ്കിൽ അവിടെ കൊണ്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ മോള് നാളെ വന്നു കഴിയുമ്പോഴത്തേക്ക് കോളേജിലാണെങ്കിലും കൊണ്ടുപോകണമല്ലോ. കോളേജിൽ പോകാൻ സൈക്കിൾ എന്തായാലും വേണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ ഞാൻ നോക്കിയപ്പം അവിടെയൊക്കെ കരികിലേക്ക് കിടക്കണം. അന്ന് പിന്നെ ചൂലെടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടിച്ചു വാരിയൊക്കെ ചെയ്യാം. പിന്നെ കരികിലേക്ക് അവിടെ വാരാനും ഒക്കെ ഒത്തിരി കിടപ്പുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജോലി അതായിരുന്നു കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ ഇട്ടൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ചേട്ടായി അങ്ങോട്ട് പോയി ഞാൻ ഈ കരികിൽ അടിക്കാനൊക്കെ നിൽക്കുന്നത്. ചായ ഇട്ട് കുടിച്ചതിന് ശേഷമാണ്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തെല്ലാം ജോലികൾ വീട്ടമ്മമാർ ചെയ്യുന്നല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും അത് കാണുമോ അതോ സ്കിപ്പടിച്ച് പോകുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടാകും. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. കൂടുതൽ ലെങ്തായിട്ടുള്ള വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊക്കെ ഒരുപാട് എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഇത് കുറച്ചിട്ട് ഒരു 8 മിനിറ്റ് 9 മിനിറ്റിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.